രാഹുൽ ഗാന്ധി വിവരവും വിദ്യാഭ്യാസവും വിവേകവുമുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച നേതാവ് മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും മനുഷ്യത്വമുള്ള വ്യക്തി കൂടിയാണ് എന്ന് വിവേകം ഉള്ളവർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. വളരെയേറെ ആളുകൾക്കാണ് അദ്ദേഹം ആരും അറിയാതെ സഹായങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി പുറത്തു വന്ന ന്യൂസാണ് അദ്ദേഹത്തിന്റെ പകരം വയ്ക്കാനില്ലാത്ത വ്യക്തിത്വത്തിന്റെ മറ്റൊരു തെളിവ്. ആരും അറിയാതെ ആരോരുമില്ലാത്ത ഒരു കുടുംബത്തിന് അദ്ദേഹം ചെയ്ത വലിയ ഒരു സഹായം. ഇതിന്റെ വിവരങ്ങൾ എന്താണെന്ന് നമുക്ക് കാണാം. ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആരും അറിയാതെ രാഹുൽ ഗാന്ധി വളരെയേറെ പേർക്ക് വലിയ വലിയ സഹായങ്ങൾ ചെയ്ത വാർത്തകൾ വളരെ നാളുകൾ കഴിഞ്ഞാണ് നമ്മൾ അറിയുന്നത്. ഡൽഹിയിലെ നിർഭയയുടെ സഹോദരനെ പഠിപ്പിച്ച് പൈലറ്റ് ആക്കിയത് രാഹുൽ ഗാന്ധിയാണ്. അന്ന് മോദിയും കൂട്ടരും അധികാരത്തിന് വേണ്ടി വലിയ സമരം ചെയ്തുവെങ്കിലും യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച ഇവരുടെ കുടുംബത്തെ സഹായിക്കാൻ രാഹുൽ ഗാന്ധി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഉത്തർപ്രദേശിലെ ഒരു പാവം ചെരുപ്പുകുത്തിക്ക് മികച്ച ഷൂകൾ മെഷീൻ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സഹായവും അദ്ദേഹം ചെയ്തു കൊടുത്തിരുന്നു. ഈ അടുത്ത കാലത്ത് ആ പ്രായം ചെന്ന ചെരുപ്പുകുത്തി ക്യാൻസർ വന്ന് മരണമടയുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ചികിത്സയുടെ കാര്യങ്ങൾ എല്ലാം നോക്കിയതും രാഹുൽ ഗാന്ധിയായിരുന്നു. അതുപോലെ പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാന് തിരിച്ചടി നൽകിയപ്പോൾ പാകിസ്ഥാന്റെ പ്രതിരോധ ആക്രമണങ്ങളിൽ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ട വളരെയേറെ കുട്ടികളുടെ പഠനത്തിന്റെ സമ്പൂർണ്ണ ചെലവ് വഹിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് എന്നുള്ളത് എത്ര പേർക്കാണ് അറിയാവുന്നത്? ഉത്തർപ്രദേശിലെ തന്നെ ഒരു പാവപ്പെട്ട ബാർബറുടെ കടയിൽ താടി ഡ്രസ് ചെയ്യാനെത്തിയ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് തന്റെ കടയിലേക്ക് ആവശ്യമായ സാധന സാമഗ്രികൾ എല്ലാം വാങ്ങിച്ചു കൊടുത്തതും നമ്മൾ കണ്ടതാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഉത്തർപ്രദേശിൽ ദളിതനായ ഹരി ഓം വാൽമീകി എന്ന ആളെ കണ്ണിൽ ചോരയില്ലാത്ത ആളുകൾ തല്ലിക്കൊന്നത് നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല. പിന്നീട് അദ്ദേഹത്തിന്റെ കുടുംബത്തെ കാണുന്നതിനും ആശ്വസിപ്പിക്കുന്നതിനും വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനും വേണ്ടി രാഹുൽ ഗാന്ധി അവിടെ എത്തും എന്നറിഞ്ഞ് ആ മരണപ്പെട്ട ദളിതന്റെ പാവപ്പെട്ട സഹോദരനെ ഭീഷണിപ്പെടുത്തി രാഹുൽ ഗാന്ധി ഇവിടെ വരേണ്ട, ഉത്തർപ്രദേശ് സർക്കാർ ഞങ്ങൾക്ക് എല്ലാ സഹായവും ചെയ്തു, വീട്ടിലെ ഒരാൾക്ക് ജോലി നൽകി എന്ന് കണ്ണിൽ ചോരയില്ലാത്ത മോദിയുടെ ആൾക്കാർ പരസ്യമായി പറയിപ്പിച്ച് രാഹുൽ ഗാന്ധിയെ മാനം കെടുത്താനും തടയാനും ശ്രമിച്ചതാണ്. എന്നിട്ടും അദ്ദേഹം പിൻവാങ്ങാൻ തയ്യാറാകാതിരുന്നപ്പോൾ യു പിയിലെ 100 കണക്കിന് പോലീസുകാരെ ഇറക്കി അദ്ദേഹം ഇവരെ സന്ദർശിക്കുന്നത് തടയാൻ വേണ്ടി ശ്രമിച്ചു. എന്നാൽ ആയിരക്കണക്കിന് ജനങ്ങൾ രാഹുൽ ഗാന്ധിയോടൊപ്പം ഇറങ്ങിയതോടുകൂടി ആ ശ്രമവും വൃഥാവിലായി. അന്ന് രാഹുൽ ഗാന്ധി ഇവരുടെ കുടുംബത്തെ സന്ദർശിക്കാൻ എത്തിയപ്പോൾ തടിച്ചുകൂടിയ ആൾക്കൂട്ടമാണ് ഇത്. ഇവിടെ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കും 100 കണക്കിന് പോലീസുകാരെ വിന്യസിപ്പിച്ചിട്ടുള്ളത്. ആ കെട്ടിടത്തിന്റെ മുകളിൽ വരെയാണ് പോലീസുകാരെ ഇറക്കി നിർത്തിയത്. അങ്ങനെ രാഹുൽ ഗാന്ധി ആ കുടുംബത്തെ സന്ദർശിക്കുകയും അവരുടെ ദുഃഖം കേൾക്കുകയും അവർക്ക് വേണ്ട എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. लीगल कार्रवाई जो हो रही है उसमें आप लोग पूरा मदद कीजिए और मुझे आप बताते रहिए हो क्या है इसमें। और दूसरी बात, इनका ऑपरेशन कराना है और इनको ठीक से मतलब सेटल करना है। हाँ, उनको सही नौकरी देनी है, ठीक है, घबराना नहीं, ठीक है। जब ये थोड़ा कम हो जाए दबाव, आप आ जाइए, दिल्ली आ जाइए। सरकारी नौकरी आप सरकार भी नहीं चाहे यहाँ पे, हम कुछ ना कुछ तरीका निकालेंगे, ठीक है। പിന്നീട് ആ കുടുംബം രാഹുൽ ഗാന്ധി അവരെ സന്ദർശിച്ചതിൽ
അവരുടെ നന്ദി പരസ്യമായി അറിയിക്കുകയും ചെയ്തു. आज हमारे यहाँ राहुल गांधी सर आए हुए थे, हमें इनके आने से बहुत खुशी हुई है और वो हमारे लिए मसीहा है और वही हम चाहते कि वो हमें न्याय दिलाए. പിന്നീട് ആ കുടുംബത്തിന് സംഭവിച്ചത് എന്താണ് എന്ന് ആരും അറിഞ്ഞില്ല. ആ പാവത്തിന്റെ സഹോദരിക്ക് ക്യാൻസർ വന്നു. അവർക്ക് വേണ്ട എല്ലാ ചികിത്സാ സഹായവും ആരും അറിയാതെ രാഹുൽ ഗാന്ധി നൽകി. ആ കുടുംബത്തിന് എല്ലാം നൽകി, അവർക്ക് ജോലി നൽകി, അവർക്ക് വേണ്ട എല്ലാ സഹായവും നൽകി എന്ന് അവരുടെ സഹോദരനെ ഭയപ്പെടുത്തി പറയിപ്പിച്ച UP രാമരാജ്യത്തെ യോഗിയുടെ സർക്കാർ അവരെ തിരിഞ്ഞു നോക്കിയില്ല. രാഹുൽ ഗാന്ധി മാത്രമാണ് അവരുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആ സഹോദരിയുടെ എല്ലാ ചികിത്സയും നടത്തിയതും അതിന്റെ ചെലവ് വഹിച്ചതും. ഹരി ഓം വാൽമീകിയുടെ സഹോദരിയായ സുമൻ സാഗറിനാണ് ക്യാൻസർ വരികയും മനുഷ്യനായ മനുഷ്യത്വമുള്ള ഇന്ത്യയിലെ ചുരുക്കം നേതാക്കളിൽ ഒരാളായ രാഹുൽ ഗാന്ധി സർവ്വ ചികിത്സയും സൗജന്യമായി നൽകുകയും ചെയ്തത്. ഇവിടെ അവരെ സന്ദർശിച്ച ഇതിനെക്കുറിച്ച് ചോദിച്ച ലേഖകനോട് ഹരി ഓം വാൽമീകിയുടെ സഹോദരി സുമൻ സാഗർ പറയുന്നത് കേട്ടുകൊള്ളൂ. स्वास्थ्य ठीक रहेगा? आपका इलाज तो राहुल जी ने करवाया ही है. जी सर. तो क्या कहना चाहिए? हम राहुल गांधी से मिलना चाहते हैं, उनको धन्यवाद देना चाहते हैं. हमारा ऑपरेशन सक्सेसफुल हुआ है. सक्सेसफुल हुआ जी. कोई दिक्कत परेशानी? कोई दिक्कत नहीं है, बिल्कुल ठीक है. चलिए आप स्वस्थ सही हो जाइए राहुल जी से, फिर हम लोग मिलवाएंगे आपको, है ना? ठीक है. ठीक है ना? ठीक. ठीक. ആരോഗ്യം നല്ലതായിരിക്കുന്നോ? നിങ്ങളുടെ ചികിത്സ രാഹുൽ ഗാന്ധിയാണോ നടത്തിയത്? അതെ, എന്തു പറയാനാണ് ആഗ്രഹിക്കുന്നത്? ഞങ്ങൾ രാഹുൽ ഗാന്ധിയെ കാണാൻ ആഗ്രഹിക്കുന്നു, നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ചികിത്സ നല്ലതുപോലെ അദ്ദേഹം നടത്തി. എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഉണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല, എല്ലാം ശരിയായി വരുന്നു. നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുമ്പോൾ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാണാനുള്ള അവസരം ഞങ്ങൾ ഉണ്ടാക്കിത്തരാം. ശരി സുഹൃത്തുക്കളെ, പ്രത്യേകിച്ച് എന്നെ കാണുന്ന സംഖ്യകളെ, നിങ്ങൾക്ക് അല്പമെങ്കിലും മനസാക്ഷിയുണ്ടെങ്കിൽ, വിവേകമുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കണം. ഇത്തരത്തിലുള്ള ഒരു നേതാവിനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? സംഘികളുടെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? ഇദ്ദേഹം ആരും അറിയാതെയാണ് ഇവർക്കുള്ള എല്ലാ ചികിത്സയും അറേഞ്ച് ചെയ്ത് നൽകിയത്. എത്ര മികച്ച ആശുപത്രിയിലാണ് അവർക്ക് ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തത് എന്നും നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അതുകൊണ്ട് മനസാക്ഷിയില്ലാത്ത, വിവേകമില്ലാത്ത സംഘികളെ, ഇനിയും സമയം വൈകിട്ടില്ല. അല്പമെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കുക. മോദിയും കൂട്ടരും രാജ്യത്തിന് വരുത്തി വെച്ചത് എന്താണ് എന്ന് മനസ്സിലാക്കുക. അധികാരം ഇല്ലാഞ്ഞിട്ടുകൂടി രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്, അവർ അറിയാതെ ചെയ്തു കൊടുക്കുന്ന നല്ല കാര്യങ്ങൾ, ഉപകാരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് സത്യം തിരിച്ചറിഞ്ഞ് ഇനിയെങ്കിലും നന്നാവാൻ ശ്രമിക്കൂ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?